ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചൂട അല്ലെങ്കിൽ നത്തോലി വറുത്തത് ഉണ്ടാക്കാം. നമ്മൾ നോർമലി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല കറുമുറാന്നിരിക്കുന്ന ഒരു ഫ്രൈ ആണിത്. നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ നല്ലൊരു സ്റ്റാർട്ടറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് നത്തോലിയാണ് എടുത്തിരിക്കുന്നത്. നത്തോലി അല്ലെങ്കിൽ കൊഴുവ ചൂട എന്നൊക്കെ പറയും, ഓരോ സ്ഥലത്ത് ഓരോ പേര് പറയും. ഇതിപ്പോൾ നല്ല ചെറിയ ടൈപ്പാണ് കേട്ടോ. പിന്നെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ 1 കപ്പ് എന്നുള്ള മെഷർമെൻറ്റ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കൈക്കണക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഇപ്പോൾ 2 പിടി എടുക്കില്ലേ, അപ്പോൾ ഏതാണ്ട് ആ ഒരു അളവിലുണ്ടാവും, 2 വാര മീനുണ്ടാവും. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തെടുക്കാം നമുക്ക്. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം, ആവശ്യത്തിന് മുളക് പൊടി എടുക്കാം. മുളക് പൊടി ഞാനിവിടെ 2 ടൈപ്പ് മുളക് പൊടി മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അതായത് 2 ടീസ്പൂൺ സാധാ മുളക് പൊടിയും 1 ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. നല്ലൊരു വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്. ഇത് 2 ടീസ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ, 2 ടീസ്പൂൺ. പിന്നെ അരിപ്പൊടി ചേർക്കാം, ഇത് 1 ടീസ്പൂൺ ഉണ്ട്. നമ്മൾ നോർമൽ ഇടിയപ്പത്തിനോ അപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടി 1 ടീസ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ മൈദ, പിന്നെ ഒരു 1/2 ടീസ്പൂണിന് താഴെ, ഏകദേശം 1/2 ടീസ്പൂണിന് താഴെ ഉപ്പ്. പിന്നെ ഇവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, ഇത് 2 ടീസ്പൂണാണ് ചേർക്കണത്. പിന്നെ നാരങ്ങാ നീര്, ഇത് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴയ്ക്കുമ്പോൾ നിങ്ങൾ ആദ്യമേ ഒരുപാട് വെള്ളം അങ്ങോട്ട് ചേർക്കണ്ട കേട്ടോ, കാരണം ഈ മീനിനകത്തൊരു വെള്ളത്തിൻ്റെ അംശം ചെറുതായിട്ട് കാണുമല്ലോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ് വല്ലാണ്ട് ഈ മസാല അങ്ങ് വല്ലാണ്ട് വെള്ളം പോലെയാവും. അപ്പോൾ മീനുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഈ അരപ്പ് ഒരുപാട് വെള്ളം പോലെ ആവരുത്. നമുക്ക് ഈ മീനിനകത്ത് ഇങ്ങനെ പെരണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് അരപ്പ് നിൽക്കണം. ആ ഒരു പരുവത്തിൽ വേണം നമുക്കിത് എടുക്കാനായിട്ട്. എന്നാൽ ഒത്തിരി കട്ടിയാവാനും പാടില്ല. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് പുരട്ടി എടുത്തിട്ടുണ്ട്. കാരണം മസാല നന്നായിട്ട് മീനിൽ പുരണ്ടിരുന്നാലാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നമുക്കൊരു മിനിമം അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. അരമണിക്കൂറിൽ കൂടുതൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ അരമണിക്കൂർ മസാല പുരട്ടി വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, നമ്മൾ നോർമലി ഫ്രൈ ചെയ്യണ പോലെ പരന്ന പാനിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെയല്ല നമ്മൾ ചെയ്യാൻ പോണത്. ഇത് എണ്ണയിൽ ഫുള്ളായിട്ട്, മീൻ എണ്ണയിൽ ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കണം. ആ ഒരു പരുവത്തിൽ നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കുഴിയുള്ള ടൈപ്പ് പാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, മീൻ മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള അത്രയും എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒത്തിരി വലിയ പരന്ന പാനൊക്കെ എടുക്കുമ്പോഴേ നമ്മൾ കുറേ ഓയിൽ ഒഴിക്കേണ്ടി വരും അതിനകത്ത്. ഇതാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കുമ്പോഴേക്കും ഒരു ഹൈറ്റ് വന്നോളും. അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലത്തെ പാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് കുഴിയുള്ള ചീനച്ചട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല, കുഴിയുള്ള എന്തെങ്കിലും ആണ് നല്ലത്. പരന്ന പാനാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കൂടുതൽ വേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ്. ചെറിയ പാൻ ആയതുകൊണ്ട് തന്നെ 2-3 ബാച്ചായിട്ടൊക്കെ നമുക്ക് വറുത്തെടുക്കാം. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടിയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ കറിവേപ്പില ചെയ്ത പോലെ തന്നെ ഒരു 3-4 പച്ചമുളകും കൂടിയിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. പച്ചമുളക് ഫ്രൈ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഫ്രൈ ചെയ്താലും ഇല്ലെങ്കിലും വലിയ വ്യത്യാസമൊന്നും ടേസ്റ്റിന് ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ പച്ചമുളക് കഴുകിയിട്ട് ആ നനവോട് കൂടി തന്നെ ഓയിലേക്കൊക്കെ ഇട്ടിട്ട് പണി വാങ്ങരുത്, അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പച്ചമുളക് എടുക്കണതേ. പക്ഷേ കറിവേപ്പില എന്തായാലും ഫ്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പച്ചമുളകും കറിവേപ്പിലയും നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി. ഇനി നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക, കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ മീനാണ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ ഇടുമ്പോൾ ഒന്നിച്ച് ഇടാണ്ടേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, അപ്പോൾ ഒട്ടി പിടിക്കില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ച് ഇട്ടിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്പൂണിട്ട് അപ്പം തന്നെ ഇളക്കാനും മറിച്ചിട്ട് കൊടുക്കാനും ഒന്നും പോകണ്ട, തൊടൊന്നും വേണ്ട. അതിങ്ങനെ നന്നായിട്ട് കിടന്ന് മൊരിയട്ടെ. കാരണം നമ്മൾ സ്പൂണിട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മസാലയൊക്കെ മീനിൻ്റെ മേലൊന്ന് പോവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മറിച്ചൊന്നിട്ട് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി ഇത് ഫുള്ളായിട്ട് എണ്ണയിൽ മുങ്ങിക്കെടുക്കല്ലേ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. മൊരിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം വേണമെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നോക്കിയേ, നല്ല കറുമുറാന്നിരിപ്പുണ്ട്. നല്ല അടിപൊളി കൊതിപ്പിക്കണ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാനാണ് ഏറ്റവും ബെസ്റ്റ്, കാരണം അന്നേരമാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു അടിപൊളി ഐറ്റമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക കമൻറ്റായിട്ട്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ താഴെ റെഡ് കളർ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കണിലും ഓൾ എന്ന ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. മറക്കാതെ ചെയ്യുക എല്ലാവരും. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്.
നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.